പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജനിച്ച മാസം നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ലോകത്തോട് പറയാത്ത ചില രഹസ്യങ്ങൾ ഒളിപ്പിച്ചുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ബുദ്ധമത വിശ്വാസപ്രകാരം ഓരോ മാസത്തിലും ജനിക്കുന്നവർക്ക് ഓരോ സ്പിരിറ്റ് ആനിമലുണ്ട്. അത് വെറുമൊരു മൃഗമല്ല, നിങ്ങളുടെ ജീവിതത്തെയും വിജയങ്ങളെയും നിയന്ത്രിക്കുന്ന അദൃശ്യ ശക്തിയാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ യഥാർത്ഥ ശക്തി ഏതാണെന്നും അത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ മാറ്റുമെന്നും അറിയണ്ടേ? സ്വയം തിരിച്ചറിയാനുള്ള ഈ അത്ഭുതകരമായ യാത്രയിലേക്ക് സ്വാഗതം. ഇത് നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിച്ചേക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നോ അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേക വഴികളിലേക്ക് എന്തുകൊണ്ടാണ് ആകർഷിക്കപ്പെടുന്നതെന്നോ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾ മനസ്സിലാക്കാനുള്ള താക്കോൽ നിങ്ങളുടെ സ്പിരിറ്റ് ആനിമൽ ആയിരിക്കാം. അതിനാൽ നിങ്ങളുടെ ഈ മറഞ്ഞിരിക്കുന്ന പാത കണ്ടെത്താനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത്. ഈ വീഡിയോ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ കമന്റുകളിൽ താഴെ പറയുന്ന ദൃഢീകരണം അഥവാ അഫർമേഷൻ രേഖപ്പെടുത്തുക. ഞാൻ എൻ്റെ സ്പിരിറ്റ് ആനിമലിൻ്റെ ശക്തിയെ അംഗീകരിക്കുന്നു. നിങ്ങളുടെ പങ്കാളിത്തം ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ലോകമെമ്പാടുമുള്ള വിവിധ ആത്മീയവും സാംസ്കാരികവുമായ പാരമ്പര്യങ്ങളിൽ സ്പിരിറ്റ് ആനിമലുകൾക്ക് സുപ്രധാന സ്ഥാനമുണ്ട്. ബുദ്ധമതത്തിൽ അവ നമ്മുടെ ആത്മാവിൻ്റെ ആഴമേറിയ വശങ്ങൾ വെളിപ്പെടുത്തുന്ന ശക്തമായ വഴികാട്ടികളായി കണക്കാക്കപ്പെടുന്നു. ഈ മൃഗങ്ങളെ യാദൃച്ഛികമായി തിരഞ്ഞെടുക്കുന്നതല്ല, അവ നമ്മുടെ ആന്തരിക അസ്തിത്വവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടാതെ നമ്മുടെ സ്വഭാവവിശേഷങ്ങൾ, വെല്ലുവിളികൾ, പ്രകടമാകാത്ത കഴിവുകൾ എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നു. പുരാതന കാലം മുതൽ ഓരോ വ്യക്തിക്കും ഒരു സ്പിരിറ്റ് ആനിമൽ ഉണ്ടെന്ന് ബുദ്ധമതം പഠിപ്പിക്കുന്നു. അതവരുടെ ആത്മീയ യാത്രയിൽ കൂടെ ഇരിക്കുക മാത്രമല്ല, സംരക്ഷണവും മാർഗനിർദ്ദേശവും ജ്ഞാനവും നൽകുകയും ചെയ്യുന്നു. ഈ സങ്കല്പം മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇതുവരെ അറിയാതിരുന്ന നിങ്ങളുടെ അസ്തിത്വത്തിന്റെ ഒരു ഭാഗം അനാവരണം ചെയ്യുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ ജനനമാസം കലണ്ടറിലെ വെറുമൊരു അടയാളം മാത്രമല്ല, അത് നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയിലേക്കുള്ള വാതിൽ തുറക്കുന്ന ഒരു താക്കോലാണ്. ബുദ്ധമത വിശ്വാസപ്രകാരം നമ്മൾ ഈ ലോകത്തേക്ക് വരുന്ന നിമിഷം മുതൽ പ്രപഞ്ചം നമുക്ക് സൂചനകൾ നൽകുന്നു. നമ്മുടെ ജനനമാസം അത്തരത്തിലുള്ള ഏറ്റവും ശക്തമായ സൂചനകളിൽ ഒന്നാണ്. ഓരോ മാസവും ഒരു പ്രത്യേക സ്പിരിറ്റ് ആനിമലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ആ കാലയളവിലെ പ്രധാന ഊർജ്ജങ്ങളെ പ്രതിപാദിപ്പിക്കുന്നു. ഈ സ്പിരിറ്റ് ആനിമലുകൾ നമ്മുടെ ശക്തിയെ പ്രതിഫലിക്കുക മാത്രമല്ല, നമ്മൾ വളരുകയും വികസിക്കുകയും ചെയ്യേണ്ട മേഖലകളിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. നിങ്ങളുടെ സ്പിരിറ്റ് ആനിമലിനെ അറിയുന്നത് നിങ്ങളുടെ തീരുമാനങ്ങളെ നയിക്കാൻ കഴിയുന്ന ഒരു ഭൂപടം കൈവശം വയ്ക്കുന്നതിന് തുല്യമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ചില പാറ്റേണുകൾ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. ഈ സ്പിരിറ്റ് ആനിമലുകൾ വെറും പ്രതീകാത്മക രൂപങ്ങളല്ല, അവ നിങ്ങളുടെ ആന്തരിക സ്വത്വവുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്ന ഊർജ്ജങ്ങളുടെ ആവിഷ്കാരങ്ങളാണ്. നിങ്ങളുടെ സ്പിരിറ്റ് ആനിമലുമായി ബന്ധപ്പെടുന്നതിലൂടെ നിങ്ങളിൽ സുപ്തമായിരിക്കുന്ന ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും ഉറവിടത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയും. ഈ ബന്ധം അനിശ്ചിതത്വത്തിൻ്റെ സമയത്ത് വ്യക്തതയും വെല്ലുവിളികളുടെ സമയത്ത് ശക്തിയും ലക്ഷ്യബോധവും നൽകും. ഈ വീഡിയോയിൽ നമ്മൾ ഈ ആശയങ്ങളിലേക്ക് ആഴത്തിലിറങ്ങുകയും നിങ്ങളുടെ ജനനമാസം 12 സ്പിരിറ്റ് ആനിമലുകളിൽ ആരുമായാണ് പൊരുത്തപ്പെടുന്നതെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആത്മീയ വഴികാട്ടിയെ കണ്ടെത്തുകയും ഈ കണ്ടെത്തൽ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റുമെന്നും മനസ്സിലാക്കുകയും ചെയ്യും. എന്നാൽ മൃഗങ്ങളുടെ അവതരണത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ അനുഭവത്തിനായി നിങ്ങളെ തന്നെ തുറന്നെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വയം കണ്ടെത്തലിൻ്റെ ഒരു യാത്രയ്ക്കായി സ്വയം തയ്യാറെടുക്കുക. ഇത് നിങ്ങളുടെ സ്പിരിറ്റ് ആനിമലിനെ വെളിപ്പെടുത്തുക മാത്രമല്ല, കൂടുതൽ ആധികാരികമായും പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടും ജീവിക്കാൻ നിങ്ങളെ സഹായിക്കും. ജനുവരിയിൽ ജനിച്ചവരുടെ സ്പിരിറ്റ് ആനിമൽ ചെന്നായാണ്. ഇത് ശക്തി, വിശ്വസ്തത, സമൂഹത്തോടുള്ള ആഴമേറിയ ബന്ധത്തെയും സമർത്ഥിക്കുന്നു. കൂട്ടമായി ജീവിക്കുകയും പരസ്പര സഹകരണത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ചെന്നായെപ്പോലെ ജനുവരിയിൽ ജനിച്ചവർ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നു. അവർ സ്വാഭാവിക നേതാക്കളാണ്. ജ്ഞാനവും ദൃഢനിശ്ചയവും കൊണ്ട് മറ്റുള്ളവരെ നയിക്കാൻ പ്രാപ്തരാണ്. എങ്കിലും ഈ നേതൃത്വം ആധിപത്യം നിറഞ്ഞതല്ല, മറിച്ച് സംരക്ഷണാത്മകവും കരുതലുള്ളതുമാണ്. എല്ലായ്പ്പോഴും ഗ്രൂപ്പിന്റെ നന്മ ആഗ്രഹിക്കുന്നതുമാണ്. ചെന്നായിയാൽ നയിക്കപ്പെടുന്നവർക്ക് പലപ്പോഴും മൂർച്ചയുള്ള അവബോധവും സ്വന്തം വികാരങ്ങളുമായി ശക്തമായ ബന്ധവുമുണ്ടാകും. ജീവിതത്തിന്റെ ചക്രങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് എപ്പോഴാണ് മുന്നോട്ടു പോകേണ്ടതെന്നും എപ്പോഴാണ് പിന്നോട്ടു മാറേണ്ടതെന്നും അവർക്കറിയാം. ഈ സാഹചര്യങ്ങൾ വിലയിരുത്താനും എല്ലാവർക്കും നല്ലതെന്താണെന്ന് നോക്കി പ്രവർത്തിക്കാനുമുള്ള കഴിവ് അവരെ മികച്ച ഉപദേഷ്ടാക്കളെയും അധികാരസ്ഥാനത്തുള്ളവരെയും ആക്കുന്നു.
വ്യക്തിഗത ശക്തി വിലപ്പെട്ടതാണെങ്കിലും ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കാൻ സമൂഹത്തിന്റെ സഹായം അത്യാവശ്യമാണെന്ന് കാട്ടിത്തരുന്നതിലൂടെ സ്വാതന്ത്ര്യവും പരസ്പരാശ്രയത്വവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയുടെ പ്രാധാന്യവും ചെന്നായ പഠിപ്പിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ സംരക്ഷണവും നീതിയും ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഇവർ ആകർഷിക്കപ്പെട്ടേക്കാം. അവർക്ക് ഉത്തരവാദിത്വബോധം കൂടുതലാണ്. മറ്റുള്ളവരെ പരിപാലിക്കാനോ തങ്ങൾ ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യത്തിനു വേണ്ടി പോരാടാനോ കഴിയുന്ന പങ്കുകൾ അവരേറ്റെടുക്കുന്നു. സത്യത്തോടും നീതിയോടുമുള്ള ഈ പ്രതിബദ്ധത വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കാതിരിക്കാം, എങ്കിലും മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അമിതഭാരം വരാതിരിക്കണം. നൽകുന്നതും വാങ്ങുന്നതും തമ്മിലുള്ള ബാലൻസ് കണ്ടെത്തുന്നത് ഇവർക്ക് പ്രധാനമാണ്. ചെന്നായിയുടെ ആത്മാവുമായി ബന്ധപ്പെടുന്നത് ജനുവരിയിൽ ജനിച്ചവർക്ക് വലിയ വ്യക്തതയും ദിശാബോധവും നൽകും. ഇടയ്ക്കിടെ ഏകാന്തത ആസ്വദിക്കുന്ന ചെന്നായെപ്പോലെ ആത്മചിന്തയ്ക്കും ഏകാന്തതയ്ക്കും സമയം കണ്ടെത്താൻ ഇവർക്കും പ്രധാനമാണ്. തങ്ങളുമായി തന്നെയുള്ള ഈ ആഴത്തിലുള്ള ബന്ധം നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള അനുകമ്പ നഷ്ടപ്പെടുത്താതെ തന്നെ സ്വന്തം ശക്തിയും നേതൃത്വവും നിലനിർത്താൻ സഹായിക്കും. പ്രകൃതിയുമായി ബന്ധപ്പെട്ട ധ്യാനങ്ങളും രീതികളും ഈ ശക്തമായ ഊർജവുമായി പൊരുത്തപ്പെടാൻ പ്രത്യേകിച്ച് സഹായിക്കും. ഫെബ്രുവരിയിൽ ജനിച്ചവരുടെ സ്പിരിറ്റ് ആനിമൽ മൂങ്ങയാണ്. ഇത് ജ്ഞാനം, അവബോധം, കാഴ്ചകൾക്കപ്പുറം കാണാനുള്ള കഴിവ് എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. മൂർച്ചയുള്ള കാഴ്ചശക്തിക്കും ഇരുട്ടിലും കാണാനുള്ള കഴിവിനും പേരുകേട്ട മൂങ്ങയെപ്പോലെ ഫെബ്രുവരിയിൽ ജനിച്ചവർക്ക് കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചയുണ്ട്. മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത സൂക്ഷ്മമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ആത്മീയ ലോകവുമായി ശക്തമായ ബന്ധം പുലർത്താനും ഇവർക്ക് കഴിയും. മൂങ്ങ അറിവും അവബോധവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു. ഇതിവരെ മികച്ച ഉപദേശകരും അറിവിന്റെ സംരക്ഷകരുമാക്കുന്നു. മൂങ്ങയാൽ നയിക്കപ്പെടുന്നവർ അന്തർമുഖരും ചിന്താശീലരുമാണ്. അവർ തങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെ ആഴമേറിയതും അർത്ഥവത്തായതുമായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഉപരിപ്ലവമായ ഉത്തരങ്ങളിൽ ഇവർ തൃപ്തരാകില്ല. എപ്പോഴും പരമമായ സത്യത്തിനായി തിരയുന്നു. ഇതവരെ ജിജ്ഞാസയുള്ളവരും പലപ്പോഴും ആത്മീയമായി ഉണർന്നിരിക്കുന്നവരുമാക്കുന്നു. കൂടാതെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സ്വന്തം ധാരണ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ദർശനങ്ങളും വിശ്വാസങ്ങളും പര്യവേക്ഷണം ചെയ്യാനുള്ള പ്രവണതയും ഇവർക്കുണ്ട്. അദൃശ്യമായതിനെ മനസ്സിലാക്കാനുള്ള ഈ ആഗ്രഹം അവരെ ക്ലെയർവോയൻസ് പോലെയുള്ള ആത്മീയ കഴിവുകൾ വികസിപ്പിക്കാനും പ്രേരിപ്പിച്ചേക്കാം. ദൈനംദിന ജീവിതത്തിൽ മൂങ്ങയുടെ സ്വാധീനത്തിൽ ജനിച്ചവരെ സൂക്ഷ്മ നിരീക്ഷകരായും വിശ്വസ്തരായ വ്യക്തികളായും കാണുന്നു. മറ്റുള്ളവരുടെ ഉദ്ദേശങ്ങളും വികാരങ്ങളും വായിക്കാനുള്ള സ്വാഭാവിക കഴിവ് ഇവർക്കുണ്ട്. ഇത് ആളുകളെ തിരിച്ചറിയാൻ ഇവരെ സഹായിക്കുന്നു. കൂടാതെ ഇവർക്ക് നീതിബോധം കൂടുതലായതിനാൽ മറ്റുള്ളവരെ പ്രതിരോധിക്കാനോ ഉപദേശിക്കാനോ ഉള്ള സാഹചര്യങ്ങളിൽ ഇവരെത്തിപ്പെട്ടേക്കാം, പ്രത്യേകിച്ച് സങ്കീർണമായ അവസ്ഥകളിൽ. അനാവശ്യമായ ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കിക്കൊണ്ട് നയതന്ത്രപരമായും സംവേദനക്ഷമതയോടെയും സംഘർഷങ്ങൾ പരിഹരിക്കാൻ ഇഷ്ടപ്പെടുന്ന വിവേകത്തോടും ജ്ഞാനത്തോടും കൂടി പ്രവർത്തിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മൂങ്ങ പഠിപ്പിക്കുന്നു. മൂങ്ങയുടെ ആത്മാവുമായി ബന്ധപ്പെടുന്നത് ഫെബ്രുവരിയിൽ ജനിച്ചവർക്ക് വലിയ മാനസികവും ആത്മീയവുമായ വ്യക്തത നൽകും. ഇത്തരക്കാർക്ക് ധ്യാനത്തിനും ചിന്തയ്ക്കുമായി സമയം കണ്ടെത്തുന്നത് പ്രധാനമാണ്. സ്വന്തം ഉൾവിളി കേൾക്കാൻ നിശബ്ദമായ നിമിഷങ്ങൾ അനുവദിക്കുക. ആന്തരിക കാഴ്ച വികസിപ്പിക്കുന്ന രീതികൾ, അതായത് വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പഠനം തുടങ്ങിയവ ഇവർക്ക് ഗുണകരമായിരിക്കും. മൂങ്ങയുമായി പൊരുത്തപ്പെടുന്നതിലൂടെ ഈ വ്യക്തികൾക്ക് ധാരണയുടെ ആഴമേറിയ തലങ്ങളിലേക്ക് എത്താനും ആ അറിവുപയോഗിച്ച് സ്വന്തം ജീവിതത്തെ കൂടുതൽ പ്രകാശപൂർണമാക്കാനും കഴിയും. മാർച്ചിൽ ജനിച്ചവരുടെ സ്പിരിറ്റ് ആനിമൽ ഡോൾഫിനാണ്. ഇത് സന്തോഷം, സഹാനുഭൂതി, വിനിമയം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. സൗഹൃദപരമായ പെരുമാറ്റത്തിനും കളിയായ സ്വഭാവത്തിനും പേരുകേട്ട ഡോൾഫിനെ പോലെ ഈ മാസത്തിൽ ജനിച്ചവർ തങ്ങൾക്ക് ചുറ്റുമുള്ളവരിലേക്ക് പോസിറ്റീവ് ഊർജം പകരുന്നു. മറ്റുള്ളവരുമായി ആഴത്തിലും വൈകാരികമായും ബന്ധപ്പെടാനുള്ള വലിയ കഴിവ് ഇവർക്കുണ്ട്. ഇത് ശക്തവും നിലനിൽക്കുന്നതുമായ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു. ഡോൾഫിൻ വൈകാരിക ബുദ്ധിശക്തിയുടെയും പ്രതീകമാണ്. ഇത് ഈ വ്യക്തികളെ വൈകാരിക സാഹചര്യങ്ങൾ സമർത്ഥമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു. ഡോൾഫിനാൽ നയിക്കപ്പെടുന്നവർ സ്വാഭാവികമായും സഹാനുഭൂതിയുള്ളവരാണ്. മറ്റുള്ളവർക്ക് തങ്ങൾ പരിഗണിക്കപ്പെടുന്നു എന്ന തോന്നൽ നൽകാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. അവർ മികച്ച ശ്രോതാക്കളാണ്. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഉപദേശത്തിനും ആശ്വാസത്തിനും എപ്പോഴും ഇവരെ തേടിയെത്തുന്നു. ഫലപ്രദമായി ആശയവിനിമയം നടത്താനുള്ള ഈ കഴിവ് അവരെ സാമൂഹികമോ ഔദ്യോഗികമോ ആയ സാഹചര്യങ്ങളിൽ മികച്ച മധ്യസ്ഥരാക്കുന്നു. കൂടാതെ ഡോൾഫിന്റെ ജോയ്ഫുൾ സ്വഭാവം ഈ ആളുകളെ ജീവിതത്തിലെ ലളിതമായ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നു. ഓരോ നിമിഷവും ആഘോഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇതെല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ ഡോൾഫിൻ സ്പിരിറ്റ് ആനിമലായിട്ടുള്ളവർ പൊതുവെ തങ്ങൾക്കും മറ്റുള്ളവർക്കും സന്തോഷവും ക്ഷേമവും നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. വൈദികം,
അധ്യാപനം അല്ലെങ്കിൽ സർഗാത്മക കലകൾ തുടങ്ങിയ മേഖലകളിൽ ആളുകളുമായി ഇടപഴകുന്ന ജോലികളിലേക്ക് ഇവർ ആകർഷിക്കപ്പെടാം. വ്യക്തവും സത്യസന്ധമായ ആശയവിനിമയത്തിന്റെ പ്രാധാന്യം ഡോൾഫിൻ പഠിപ്പിക്കുന്നു. സംഘർഷങ്ങൾ പരിഹരിക്കാനും ബന്ധങ്ങൾ വളർത്താനും ഇവർ വാക്കുകളെ പാലമായി ഉപയോഗിക്കുന്നു. ജലാശയങ്ങളുമായി ഇവർക്ക് സ്വാഭാവികമായ ഒരു ബന്ധമുണ്ട്. പുഴകളോടോ കടലിനോടോ അടുത്തു നിൽക്കുന്നത് ഇവർക്ക് സമാധാനവും ഉന്മേഷവും നൽകും. ഡോൾഫിന്റെ ആത്മാവുമായി ബന്ധപ്പെടുന്നത് മാർച്ചിൽ ജനിച്ചവർക്ക് ഐക്യവും സമനിലയും നൽകും. ഈ പോസിറ്റീവ് ഊർജം നിലനിർത്താൻ സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്കും സർഗാത്മകത പ്രകടിപ്പിക്കാനും സമയം കണ്ടെത്തേണ്ടത് പ്രധാനമാണ്. ജലാശയത്തിനടുത്ത് ധ്യാനിക്കുന്നതോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുന്നതോ ഈ ആത്മീയ ബന്ധത്തെ ശക്തമാക്കും. ഡോൾഫിനുമായി പൊരുത്തപ്പെടുന്നതിലൂടെ ഈ വ്യക്തികൾക്ക് ജീവിതത്തെ എളുപ്പത്തിൽ നയിക്കാൻ കഴിയും. ഏപ്രിലിൽ ജനിച്ചവരുടെ സ്പിരിറ്റ് ആനിമൽ പരുന്താണ്. ഇത് ദൂരകാഴ്ച, ദൃഢനിശ്ചയം, നേതൃത്വം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. മൂർച്ചയുള്ള കാഴ്ചശക്തിക്കും ഉയരങ്ങളിൽ പറക്കാനുള്ള കഴിവിനും പേരുകേട്ട പരുന്തിനെപ്പോലെ ഏപ്രിലിൽ ജനിച്ചവർക്ക് ലക്ഷ്യങ്ങളെക്കുറിച്ച് ക്ലപ്തമായ കാഴ്ചയും വലിയ അഭിലാഷവും ഉണ്ടാകും. ഒരു വലിയ ചിത്രം കാണാനും അവസരങ്ങൾ തിരിച്ചറിയാനും ദൃഢനിശ്ചയത്തോടെ ലക്ഷ്യങ്ങളെ പിന്തുടരാനും ഇവർക്ക് സ്വാഭാവികമായ കഴിവുണ്ട്. ഇച്ഛാശക്തിയെയും ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും നയിക്കാനുള്ള കഴിവിനെ പരുന്ത് പ്രതിനിധീകരിക്കുന്നു. പരുന്തിനാൽ നയിക്കപ്പെടുന്നവർ സ്വാഭാവികമായും നേതാക്കളാണ്. പ്രത്യേകിച്ച് സമ്മർദ്ദസ്ഥിതിയിൽ പെട്ടെന്ന് ശരിയായ തീരുമാനമെടുക്കാൻ ഇവർക്ക് കഴിയും. ഇവർ എളുപ്പത്തിൽ ഭയപ്പെടില്ല, സ്വന്തം കഴിവുകളിൽ വലിയ ആത്മവിശ്വാസമുള്ളവരുമാണ്. ഇത് ചുറ്റുമുള്ളവർക്ക് പ്രചോദനമാകും. പരുന്തിന്റെ ഊർജം ശക്തമായ സ്വാതന്ത്ര്യത്തിന്റെ ബോധം നൽകുന്നു. അതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്ക് വഴങ്ങാതെ സ്വന്തം വഴി വെട്ടിത്തെളിയിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നു. വർത്തമാനത്തിനപ്പുറം കാണാനും തന്ത്രശാസ്ത്രീയമായി ഭാവി ആസൂത്രണം ചെയ്യാനും കഴിയുന്ന ദീർഘദർശികളാണിവർ. ദൈനംദിന ജീവിതത്തിൽ നേതൃത്വവും മുൻകൈയെടുക്കലും ആവശ്യമുള്ള മേഖലകളിൽ ഇവർ ശോഭിക്കും. ബിസിനസ്, രാഷ്ട്രീയം അല്ലെങ്കിൽ മറ്റുള്ളവരെ നയിക്കാൻ കഴിയുന്ന ഏതൊരു മേഖലയിലേക്കും ഇവർ ആകർഷിക്കപ്പെടാം. ലക്ഷ്യത്തിലെത്താൻ പരിശ്രമവും പ്രതിബദ്ധതയും അത്യാവശ്യമാണെന്ന് പരുന്ത് ഓർമ്മിപ്പിക്കുന്നു. തങ്ങൾ സ്നേഹിക്കുന്നവരുടെ കാര്യത്തിൽ ഇവർ അതീവ സംരക്ഷകരായിരിക്കും. പരുന്തിന്റെ ആത്മാവുമായി ബന്ധപ്പെടുന്നത് ഏപ്രിലിൽ ജനിച്ചവർക്ക് വലിയൊരു ലക്ഷ്യബോധം നൽകും. ആത്മശിഷിപ്ലിൻ ശീലിക്കാനും ക്ഷമ വളർത്താനും ഇവർ ശ്രദ്ധിക്കണം. കാരണം എല്ലാ കാര്യങ്ങളും ഉടനടി സംഭവിക്കില്ലെന്നും ശരിയായ സമയത്തിനായി കാത്തിരിക്കണമെന്നും പരുന്തു പഠിപ്പിക്കുന്നു. പരുന്തുമായി പൊരുത്തപ്പെടുന്നതിലൂടെ ഈ വ്യക്തികൾക്ക് കാര്യക്ഷമതയോടെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും. മെയ് മാസത്തിൽ ജനിച്ചവരുടെ സ്പിരിറ്റ് ആനിമൽ കുതിരയാണ്. ഇത് സ്വാതന്ത്ര്യം, ശക്തി, ചൈതന്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. കരുത്തിനും വേഗത്തിനും സ്വാതന്ത്ര്യദാഹത്തിനും പേരുകേട്ട കുതിരയെപ്പോലെ മെയ് മാസത്തിൽ ജനിച്ചവർക്ക് അടങ്ങാത്ത ആവേശവും ഊർജ്ജസ്വലതയും ഉണ്ടാകും. നൂതന അനുഭവങ്ങൾക്കും സാഹസികതകൾക്കുമായി അവരെപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കും. സ്വാതന്ത്ര്യത്തിനായുള്ള ആഴമേറിയ ആഗ്രഹം ഇവരെ നൂതന മേഖലകൾ പര്യവേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നു. ആന്തരിക ശക്തിയെയും പ്രതിബന്ധങ്ങളെ ധൈര്യമായി മറികടക്കാനുള്ള കഴിവിനെയും കുതിര പ്രതിനിധീകരിക്കുന്നു. കുതിരയാൽ നയിക്കപ്പെടുന്നവർ കഠിനാധ്വാനികളും ശാരീരികവും മാനസികവുമായി വലിയ കഴുത്തുള്ളവരുമാണ്. നിയമങ്ങളാലോ സാഹചര്യങ്ങളാലോ തളയ്ക്കപ്പെടാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തോടുള്ള ഗ്രേറ്റ് പാഷൻ ഇവർക്കുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ സ്വാതന്ത്ര്യവും സർഗാത്മകതയും പ്രകടിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഇവർ ഏർപ്പെടുന്നു. ഇവരെ എപ്പോഴും പോസിറ്റീവായും ഊർജ്ജസ്വലരായും മറ്റുള്ളവർ കാണുന്നു. ദൈനംദിന ജീവിതത്തിൽ ചലനാത്മകതയും സാഹസികതയുമുള്ള ജോലികളോ ഹോബികളോ ഇവർ തിരഞ്ഞെടുക്കുന്നു. കായികം, യാത്ര അല്ലെങ്കിൽ വേഗതയേറിയ ജോലികളിലേക്ക് ഇവർ ആകർഷിക്കപ്പെടാം. സ്വന്തം ഉൾവിളിയെ പിന്തുടരാനും പ്രതിബന്ധങ്ങളെ മറികടക്കാൻ സ്വന്തം ശക്തിയിൽ വിശ്വസിക്കാനും കുതിര പഠിപ്പിക്കുന്നു. കുതിരയുടെ ആത്മാവുമായി ബന്ധപ്പെടുന്നത് മെയ് മാസത്തിൽ ജനിച്ചവർക്ക് ശക്തീകരണവും സ്വാതന്ത്ര്യബോധവും നൽകും. ഈ ഊർജം നിലനിർത്താൻ ശാരീരിക പ്രവർത്തനങ്ങൾ, യാത്രകൾ അല്ലെങ്കിൽ സർഗാത്മക പ്രോജക്റ്റുകൾക്കായി സമയം കണ്ടെത്തേണ്ടത് പ്രധാനമാണ്. നൃത്തം അല്ലെങ്കിൽ ഓട്ടം തുടങ്ങിയ ശാരീരിക ചലനങ്ങൾ കുതിരയുടെ ഊർജത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സഹായിക്കും. ജൂണിൽ ജനിച്ചവരുടെ സ്പിരിറ്റ് ആനിമൽ മാനാണ്. ഇത് സൗമ്യത, അവബോധം, സംവേദനശീലത എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ശാന്ത സ്വഭാവത്തിനും ചുറ്റുപാടുകളിലൂടെ മനോഹരമായി നീങ്ങാനുള്ള കഴിവിനും പേരുകേട്ട മാനിനെപ്പോലെ ജൂണിൽ ജനിച്ചവർക്ക് ഉയർന്ന സംവേദനശീലതയും ശക്തമായ ഉൾക്കാഴ്ചയും ഉണ്ടാകും. അവർ സഹാനുഭൂതിയുള്ളവരാണ്. മറ്റുള്ളവരുടെ നീഡ്സുകൾ അവർ പറയുന്നതിന് മുൻപ് തന്നെ തിരിച്ചറിയാൻ ഇവർക്ക് കഴിയും. ഹൃദയത്തോടുള്ള കണക്ഷനും ലോകത്തിലെ ബഹളത്തിനിടയിൽ സമാധാനവും ഭംഗിയും കണ്ടെത്താനുള്ള കഴിവും മാനിന്റെ പ്രതീകമാണ്. മാനിനാൽ നയിക്കപ്പെടുന്നവർ സ്വന്തം വികാരങ്ങളുമായും മറ്റുള്ളവരുടെ വികാരങ്ങളുമായും ഡീപ്പായി കണക്റ്റഡാണ്. അവർ ദയാലുക്കളും കെയറിംഗ് ആയിട്ടുള്ളവരുമാണ്. ആവശ്യമുള്ളവർക്ക് ആശ്വാസം നൽകാൻ എപ്പോഴും തയ്യാറാണ്.
പ്രകൃതിയോടുള്ള ആഴമേറിയ ബന്ധവും ജീവിതത്തിലെ ലളിതമായ കാര്യങ്ങളോടുള്ള മതിപ്പും മാനിന്റെ ഊർജം നൽകുന്നു. സമാധാനവും ഐക്യവുമുള്ള സാഹചര്യങ്ങളാണ് ഇവർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. സൗമ്യതയുടെയും ക്ഷമയുടെയും പ്രാധാന്യം മാൻ പഠിപ്പിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ ചികിത്സ, അധ്യാപനം അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന മേഖലകളിൽ ഇവർ ശോഭിക്കും. ആത്മീയമായ മേഖലയിൽ ഇവർ ആകർഷിക്കപ്പെടുന്നു. യഥാർത്ഥ ശക്തി സൗമ്യതയിലാണെന്നും മാറ്റങ്ങളുമായി എളുപ്പത്തിൽ പൊരുത്തപ്പെടാനുള്ള കഴിവാണെന്നും മാൻ പഠിപ്പിക്കുന്നു. സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും സമാധാനത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. മാനിന്റെ ആത്മാവുമായി ബന്ധപ്പെടുന്നത് ജൂണിൽ ജനിച്ചവർക്ക് സമാധാനവും ഐക്യവും നൽകും. ഈ പോസിറ്റീവ് ഊർജം നിലനിർത്താൻ പ്രകൃതിയോടുള്ള ബന്ധത്തിനും ആത്മചിന്തയ്ക്കും സമയം കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ്. തോട്ടം നിർമ്മാണം അല്ലെങ്കിൽ പാർക്കിലൂടെയുള്ള നടത്തം തുടങ്ങിയവ ഈ ബന്ധത്തെ ശക്തമാക്കും. മാനിന്റെ സ്വഭാവവുമായി പൊരുത്തപ്പെടുന്നതിലൂടെ ഈ വ്യക്തികൾക്ക് സ്വന്തം സൗമ്യതയിൽ ശക്തി കണ്ടെത്താനും ജീവിതം സന്തുലിതമായി നയിക്കാനും കഴിയും. ജൂലൈയിൽ ജനിച്ചവരുടെ സ്പിരിറ്റ് ആനിമൽ ഞണ്ടാണ്. ഇത് സംരക്ഷണം, വഴക്കം, റെസിലിയൻസ്, വൈകാരിക ബന്ധം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. സ്വന്തം വീട് പുറത്ത് ചുമന്നുകൊണ്ട് നടക്കുകയും കടുപ്പമേറിയ തോടുകൊണ്ട് സ്വയം സംരക്ഷിക്കുകയും ചെയ്യുന്ന ഞണ്ടിനെപ്പോലെ ജൂലൈയിൽ ജനിച്ചവർക്ക് സംരക്ഷണ സ്വഭാവവും ആന്തരിക കരുത്തുമുണ്ട്. ഇത് ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ ദൃഢനിശ്ചയത്തോടെ നേരിടാൻ അവരെ സഹായിക്കുന്നു. അവർ സ്വന്തം വികാരങ്ങളുമായും വേരുകളുമായും ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. കുടുംബം, സുഹൃത്തുക്കൾ, തങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നുന്ന സാഹചര്യങ്ങൾ എന്നിവയ്ക്ക് അവർ വലിയ വില നൽകുന്നു. ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംരക്ഷിക്കാനും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുമുള്ള കഴിവിനെ ഞണ്ട് പ്രതിനിധീകരിക്കുന്നു. ഞണ്ടിനാൽ നയിക്കപ്പെടുന്നവർ തങ്ങൾ സ്നേഹിക്കുന്നവരോടുള്ള വിശ്വസ്തതയ്ക്കും സമർപ്പണത്തിനും പേരുകേട്ടവരാണ്. ശക്തവും നിലനിൽക്കുന്നതുമായ ബന്ധങ്ങളുണ്ടാക്കാൻ ഇവർക്ക് സ്വാഭാവികമായ കഴിവുണ്ട്. പലപ്പോഴും സ്വന്തം സമൂഹത്തിൽ ഇവരൊരു നെടുന്തൂണായി പ്രവർത്തിക്കുന്നു. ഞണ്ടിന്റെ ഊർജം ശക്തമായ വൈകാരിക ഉൾക്കാഴ്ചയും നൽകുന്നു. ഇത് മറ്റുള്ളവരുടെ വികാരങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും കരുതലോടെ പ്രതികരിക്കാനും ഇവരെ സഹായിക്കുന്നു. എന്നിരുന്നാലും ഞണ്ട് അതിന്റെ തോടിനുള്ളിലേക്ക് ഉൾവലിയുന്നതുപോലെ ഈ വ്യക്തികൾക്കും ലോകത്തിനു മുന്നിൽ വീണ്ടും തുറക്കപ്പെടുന്നതിനു മുമ്പ് സ്വന്തം വികാരങ്ങളെ വിശകലനം ചെയ്യാനും മാറി നിൽക്കാനും സമയം ആവശ്യമായി വന്നേക്കാം. ദൈനംദിന ജീവിതത്തിൽ ഞണ്ട് സ്പിരിറ്റ് ആനിമലായിട്ടുള്ളവർ വ്യക്തിജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും സ്ഥിരതയും സുരക്ഷയും ആഗ്രഹിക്കുന്നു. വൈദ്യശാസ്ത്രം, മനഃശാസ്ത്രം അല്ലെങ്കിൽ സാമൂഹിക സേവനങ്ങൾ പോലുള്ള മറ്റുള്ളവരെ പരിപാലിക്കാൻ കഴിയുന്ന ജോലികളിലേക്ക് അവർ ആകർഷിക്കപ്പെട്ടേക്കാം. മൂല്യവത്തായ കാര്യങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെയും എല്ലാവർക്കും സുരക്ഷിതത്വം അനുഭവപ്പെടുന്ന ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കേണ്ടതിന്റെയും പ്രാധാന്യം ഞണ്ട് പഠിപ്പിക്കുന്നു. ഇവർ അസാമാന്യമായ അതിജീവനശേഷിയുള്ളവരാണ്. തളർച്ചകളിൽ നിന്ന് വേഗത്തിൽ കരകയറാനും പുതിയ കരുത്തോടെ മുന്നോട്ടു പോകാനും ഇവർക്ക് കഴിയും. ഞണ്ടിന്റെ ആത്മാവുമായി ബന്ധപ്പെടുന്നത് ജൂലൈയിൽ ജനിച്ചവർക്ക് വൈകാരിക സുരക്ഷിതത്വവും കരുത്തും നൽകും. ഈ ബന്ധം നിലനിർത്താൻ സ്വന്തം വികാരങ്ങളെ പരിപോഷിപ്പിക്കുകയും തങ്ങൾക്ക് സമാധാനവും സ്ഥിരതയും നൽകുന്ന വ്യക്തികളാലും സാഹചര്യങ്ങളാലും ചുറ്റപ്പെടുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. സുരക്ഷിതത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ധ്യാനം, ആരോഗ്യകരമായ ബന്ധങ്ങൾ വളർത്തൽ, സ്വാഗതാർഹമായൊരു വീടൊരുക്കൽ എന്നിവ ഇവർക്ക് ഗുണകരമാകും. ഓഗസ്റ്റിൽ ജനിച്ചവരുടെ സ്പിരിറ്റ് ആനിമൽ സിംഹമാണ്. ഇത് ധൈര്യം, ശക്തി, നേതൃത്വം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. കാട്ടിലെ രാജാവായി അറിയപ്പെടുന്ന സിംഹത്തെപ്പോലെ ഓഗസ്റ്റിൽ ജനിച്ചവർക്ക് മറ്റുള്ളവരിൽ നിന്ന് അവരെ വേറിട്ടു നിർത്തുന്ന ആകർഷകമായ സാന്നിധ്യവും കരുത്തുമുണ്ട്. അവർക്ക് സ്വാഭാവികമായ ആത്മവിശ്വാസവും ചുറ്റുമുള്ളവരെ നയിക്കാനും പ്രചോദിപ്പിക്കാനുമുള്ള ജന്മസിദ്ധമായ കഴിവുമുണ്ട്. സിംഹം ശാരീരിക ശക്തിയെ മാത്രമല്ല, സ്വഭാവ മഹിമയെയും പ്രതിനിധീകരിക്കുന്നു. യഥാർത്ഥ നേതൃത്വമെന്നത് സത്യസന്ധത, ധൈര്യം, അന്തസ്സ് എന്നിവയോടെ വെല്ലുവിളികളെ നേരിടുന്നതിലൂടെയാണ് ഉണ്ടാകുന്നതെന്ന് ഇത് കാണിച്ചു തരുന്നു. സിംഹത്താൽ നയിക്കപ്പെടുന്നവർ സാധാരണയായി ആകർഷകമായ വ്യക്തിത്വമുള്ളവരാണ്. സമൂഹത്തിലോ കരിയറിലോ കുടുംബത്തിലോ അവർ പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നു. ജീവിതത്തോടുള്ള വലിയ അഭിമാനവും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള കഠിന ദൃഢനിശ്ചയവും അവർക്കുണ്ട്. സിംഹത്തിന്റെ ഊർജം വലിയ ഉദാര മനസ്കതയും നൽകുന്നു. ഇത് സ്നേഹിക്കുന്നവരുടെ കാര്യത്തിൽ അവരെ അതീവ സംരക്ഷകരാക്കുന്നു. മറ്റുള്ളവരെ വളരാൻ സഹായിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ അവർ പരിശ്രമിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ സിംഹം സ്പിരിറ്റ് ആനിമലായിട്ടുള്ളവർ സ്വന്തം ശക്തിയും നേതൃത്വവും പ്രകടിപ്പിക്കാൻ കഴിയുന്ന സ്ഥാനങ്ങൾ തേടുന്നു. മാനേജ്മെന്റ്, രാഷ്ട്രീയം അല്ലെങ്കിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന മേഖലകളിലേക്ക് അവർ ആകർഷിക്കപ്പെട്ടേക്കാം.
പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം സിംഹം പഠിപ്പിക്കുന്നു. എങ്കിലും യഥാർത്ഥ നേതൃത്വം എന്നത് മറ്റുള്ളവരെ സേവിക്കലാണെന്നും അതെല്ലാവരുടെയും നന്മയ്ക്കായി ഉപയോഗിക്കേണ്ടതാണെന്നും ഇതോർമ്മിപ്പിക്കുന്നു. സിംഹത്തിന്റെ ആത്മാവുമായി ബന്ധപ്പെടുന്നത് ഓഗസ്റ്റിൽ ജനിച്ചവർക്ക് ശാക്തീകരണവും ലക്ഷ്യബോധവും നൽകും. ഇത് നിലനിർത്താൻ ആത്മവിശ്വാസത്തോടെയും ഉത്തരവാദിത്തത്തോടെയും നേതൃത്വം നൽകാൻ ഇവർ ശീലിക്കണം. നേതൃപാടവം വികസിപ്പിക്കുകയും പൊതുനന്മയ്ക്കായുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുന്നത് ഇവർക്ക് ഗുണകരമാകും. സെപ്റ്റംബറിൽ ജനിച്ചവരുടെ സ്പിരിറ്റ് ആനിമലും മൂങ്ങ തന്നെയാണ്. ഇത് ജ്ഞാനം, വിവേചനം, രഹസ്യം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. ഇരുട്ടിൽ കാണാനുള്ള കഴിവിനും നിശബ്ദമായ പറക്കലിനും പേരുകേട്ട മൂങ്ങയെപ്പോലെ സെപ്റ്റംബറിൽ ജനിച്ചവർക്ക് ആഴത്തിലുള്ള നിരീക്ഷണ പാഠവും ആന്തരിക വികസനവുമായി ശക്തമായ ബന്ധവുമുണ്ട്. അവർ ചിന്താശീലരും ആത്മനിർവൃത്തി ആഗ്രഹിക്കുന്നവരുമാണ്. കാഴ്ചകൾക്കൊപ്പമുള്ള മറഞ്ഞ സത്യങ്ങൾ കണ്ടെത്താൻ ഇവർക്ക് സ്വാഭാവികമായ കഴിവുണ്ട്. ജ്ഞാനത്തിനായുള്ള അന്വേഷണത്തെയും അനുഭവങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും ലഭിക്കുന്ന ജ്ഞാനത്തെയുമാണ് മൂങ്ങ പ്രതിനിധീകരിക്കുന്നത്. മൂങ്ങയാൽ നയിക്കപ്പെടുന്നവർ ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് മാറി നിന്ന് നിശബ്ദതയിൽ വ്യക്തതയും ധാരണയും കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു. ഈ ആഴത്തിലുള്ള ചിന്താശേഷി അവരെ സാഹചര്യങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കിയ ശേഷം ബുദ്ധിപരവും ശ്രദ്ധാപൂർവവുമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. മൂങ്ങയുടെ ഊർജം രഹസ്യങ്ങളോടും അജ്ഞാതമായ കാര്യങ്ങളോടും ഒരു ബന്ധമുണ്ടാക്കുന്നു. ഇതിവരെ ആത്മീയവും ദാർശനികവുമായ വിഷയങ്ങളിൽ താൽപ്പര്യമുള്ളവരാക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ സെപ്റ്റംബറിൽ ജനിച്ചവർ ഗവേഷണം, അധ്യാപനം അല്ലെങ്കിൽ വിശകലനം ആവശ്യമുള്ള ജോലികളിലേക്കോ ഹോബികളിലേക്കോ ആകർഷിക്കപ്പെടുന്നു. ഇവർ മികച്ച ഉപദേഷ്ടാക്കളും വഴികാട്ടികളുമാണ്. സ്വന്തം ഉൾക്കണിതയിൽ വിശ്വസിക്കേണ്ടതിന്റെയും ജീവിതത്തിലെ നിഗൂഢമായ വശങ്ങൾ പര്യാവലോകനം ചെയ്യാൻ ഭയപ്പെടാതിരിക്കേണ്ടതിന്റെയും പ്രാധാന്യം മൂങ്ങ പഠിപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് സത്യം കാണിച്ചു കൊടുക്കുകയും അവരുടെ വഴി കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യാൻ ഇവർക്ക് സ്വാഭാവികമായ കഴിവുണ്ട്. മൂങ്ങയുടെ ആത്മാവുമായി ബന്ധപ്പെടുന്നത് ഇവർക്ക് വലിയ വ്യക്തത നൽകും. ഇത് നിലനിർത്താൻ നിശബ്ദതയ്ക്കും ആത്മചിന്തയ്ക്കും സമയം കണ്ടെത്തേണ്ടത് പ്രധാനമാണ്. ഒക്ടോബറിൽ ജനിച്ചവരുടെ സ്പിരിറ്റ് ആനിമൽ കാക്കയാണ്. ഇത് മാറ്റം, ബുദ്ധി, രഹസ്യം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. വിവിധ സംസ്കാരങ്ങളിൽ മാന്ത്രികതയുമായും പുനർജന്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാക്കയെപ്പോലെ ഒക്ടോബറിൽ ജനിച്ചവർക്ക് മാറ്റത്തിന്റെയും നവീകരണത്തിന്റെയും ചക്രങ്ങളുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട്. അവർക്ക് വേഗത്തിൽ ചിന്തിക്കാനുള്ള കഴിവുണ്ട്. പുതിയ സാഹചര്യങ്ങളുമായി എളുപ്പത്തിൽ പൊരുത്തപ്പെടുകയും ജീവിതത്തിലെ സങ്കീർണതകളെ ബുദ്ധിപരമായി നേരിടുകയും ചെയ്യുന്നു. പ്രകടമായ കാര്യങ്ങൾക്കപ്പുറം കാണാനും മാറ്റങ്ങളെ ആത്മീയ യാത്രയുടെ ഭാഗമായി സ്വീകരിക്കാനുമുള്ള കഴിവിനെ കാക്ക പ്രതിനിധീകരിക്കുന്നു. കാക്കയാൽ നയിക്കപ്പെടുന്നവർക്ക് ജീവിതത്തിന്റെ ആഴമേറിയതും മറഞ്ഞിരിക്കുന്നതുമായ വശങ്ങൾ പര്യവേക്ഷണം ചെയ്യാനുള്ള ജന്മസിദ്ധമായ ജിജ്ഞാസയുണ്ട്. മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത പാറ്റേണുകളും ബന്ധങ്ങളും തിരിച്ചറിയാൻ കഴിയുന്ന ചിന്താശീലരാണിവർ. കാക്കയുടെ ഊർജം സർഗാത്മകതയും കലയോടുള്ള താൽപ്പര്യവും നൽകുന്നു. ദൈനംദിന ജീവിതത്തിൽ ഒക്ടോബർ മാസക്കാർ പുതിയതും പാരമ്പര്യമല്ലാത്തതുമായ കാര്യങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ കഴിയുന്ന മേഖലകളിൽ ഏർപ്പെടുന്നു. ശാസ്ത്രം, തത്വചിന്ത തുടങ്ങിയ സർഗാത്മക ചിന്ത ആവശ്യമുള്ള മേഖലകളിലേക്ക് അവർ ആകർഷിക്കപ്പെടാം. മാറ്റങ്ങളെ സ്വീകരിക്കേണ്ടതിൻ്റെയും ജീവിതം ജനനമരണങ്ങളുടെ ഒരു തുടർച്ചയായ ചക്രമാണെന്ന് മനസ്സിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യം കാക്ക പഠിപ്പിക്കുന്നു. ഓരോ അവസാനവും പുതിയൊരു തുടക്കത്തിന്റെ വാഗ്ദാനമാണെന്ന് ഇവർക്കറിയാം. പ്രയാസകരമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന മറ്റുള്ളവരെ നയിക്കാനും ഇരുട്ടിൽ പ്രകാശം കാണാൻ അവരെ സഹായിക്കാനും ഇവർക്ക് കഴിയും. കാക്കയുടെ ആത്മാവുമായി ബന്ധപ്പെടുന്നത് ഇവർക്ക് ശാക്തീകരണവും പരിവർത്തനവും നൽകും. നവംബറിൽ ജനിച്ചവരുടെ സ്പിരിറ്റ് ആനിമൽ പാമ്പാണ്. ഇത് പരിവർത്തനം, നവീകരണം, മറഞ്ഞിരിക്കുന്ന ജ്ഞാനം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. ചർമ്മം ഉരിഞ്ഞുകളഞ്ഞ സ്വയം പുതുക്കാനുള്ള പാമ്പിന്റെ കഴിവിനെപ്പോലെ നവംബറിൽ ജനിച്ചവർക്ക് മാറ്റങ്ങൾ വരുത്താനുള്ള ആഴത്തിലുള്ള കഴിവുണ്ട്. ജീവിതത്തിലെ രഹസ്യങ്ങളിലേക്ക് അവർ ആകർഷിക്കപ്പെടുന്നു. പഴയ കാര്യങ്ങൾ ഉപേക്ഷിച്ച് കൂടുതൽ ശക്തരും ബുദ്ധിമാന്മാരുമായി പുറത്തുവരാൻ ഇവർക്ക് കഴിയും. ആന്തരിക മാറ്റത്തിന്റെ ശക്തിയെയും ഉപരിതലത്തിന് താഴെ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ കണ്ടെത്തേണ്ടതിനെയും പാമ്പ് പ്രതിനിധീകരിക്കുന്നു. പാമ്പിനാൽ നയിക്കപ്പെടുന്നവർ സ്വന്തം ആന്തരിക ലോകവുമായി ശക്തമായ ബന്ധം പുലർത്തുന്നു. അവർക്ക് പ്രായത്തിനതീതമായ ജ്ഞാനവും ഉൾക്കാഴ്ചയും ഉണ്ടാകും. ചുറ്റുമുള്ള ഊർജങ്ങളെ തിരിച്ചറിയാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ദൈനംദിന ജീവിതത്തിൽ നവംബർ മാസക്കാർ തങ്ങളിലും മറ്റുള്ളവരിലും മാറ്റവും രോഗശാന്തിയും പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. സൈക്കോളജി, ആൾട്ടർനേറ്റീവ് മെഡിസിൻ തുടങ്ങിയ മേഖലകളിലേക്ക് ഇവർ ആകർഷിക്കപ്പെടാം. പഴയത് മാറി പുതിയതിന് വഴിമാറേണ്ടതിന്റെ പ്രാധാന്യം പാമ്പ് പഠിപ്പിക്കുന്നു.
മറ്റുള്ളവരെ അവരുടെ മാറ്റത്തിന്റെ സമയത്ത് നയിക്കാനും പിന്തുണയ്ക്കാനും ഇവർക്ക് കഴിയും. പാമ്പിന്റെ ആത്മാവുമായി ബന്ധപ്പെടുന്നത് നവംബറിൽ ജനിച്ചവർക്ക് ആത്മജ്ഞാനം നൽകും. ഡിസംബറിൽ ജനിച്ചവരുടെ സ്പിരിറ്റ് ആനിമൽ പെൺമാനാണ്. ഇത് സൗമ്യത, അവബോധം, സ്വതന്ത്രമായ മനസ്സ് എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. തടസ്സങ്ങളെ ലാഘവത്തോടെയും വേഗതയോടെയും മറികടക്കാനുള്ള കഴിവിനെ പോലെ ഡിസംബറിൽ ജനിച്ചവർക്കും സൗമ്യമായ സ്വഭാവവും ഉൾക്കാഴ്ചയും ഉണ്ടാകും. അവർ സ്വാതന്ത്ര്യത്തെയും സമാധാനത്തെയും വിലമതിക്കുന്ന സ്വതന്ത്ര ആത്മാക്കളാണ്. ജീവിതത്തിലെ വെല്ലുവിളികൾക്കിടയിലും സമാധാനവും ഭംഗിയും കണ്ടെത്താനുള്ള കഴിവിനെ ഇത് സൂചിപ്പിക്കുന്നു. ശക്തിയും സൗമ്യതയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെ ഇത് പ്രതിനിധീകരിക്കുന്നു. യഥാർത്ഥ ധൈര്യം ശാന്തവും ദയാലുവുമായ രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയുമെന്ന് ഇത് കാട്ടിത്തരുന്നു. പെൺമാനിനാൽ നയിക്കപ്പെടുന്നവർ സ്വാഭാവികമായും സഹാനുഭൂതിയുള്ളവരും മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നവരുമാണ്. അവർ എവിടെയായിരുന്നാലും സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. പ്രകൃതിയുമായും ആത്മീയ ലോകവുമായും ഇവർക്ക് ശക്തമായ ബന്ധമുണ്ട്. യാത്രകൾ, ധ്യാനം അല്ലെങ്കിൽ കലയിലൂടെ വലിയൊരു ലക്ഷ്യവുമായി ബന്ധപ്പെടാൻ ഇവർ ആഗ്രഹിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവരെ പരിഹരിക്കുന്നതിലും സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിലും കഴിയുന്ന മേഖലകളിൽ ഇവർ ശോഭിക്കുന്നു. സംഘർഷങ്ങൾ സമാധാനപരമായി പരിഹരിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. പെൺമാനിന്റെ ആത്മാവുമായി ബന്ധപ്പെടുന്നത് ഡിസംബറിൽ ജനിച്ചവർക്ക് ആത്മീയമായ ഉണർവ് നൽകും. നിങ്ങളുടെ സ്പിരിറ്റ് ആനിമലിനെ കണ്ടെത്തുന്നത് സ്വയം തിരിച്ചറിയാനുള്ള യാത്രയുടെ തുടക്കം മാത്രമാണ്. ഈ അറിവ് ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് പ്രധാനം. തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ് ആനിമലിന്റെ ഗുണങ്ങളെ ഓർക്കുക. അത് വൂൾഫ് ആണെങ്കിൽ വൂൾഫിന്റെ ശക്തിയും, സ്നേക്ക് ആണെങ്കിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവും ഉപയോഗിക്കാം. ഈ ഊർജവുമായി നിരന്തരം ബന്ധപ്പെടുന്നത് ജീവിതത്തിൽ സമനില നിലനിർത്താൻ സഹായിക്കും. നിങ്ങളുടെ ഈ അറിവ് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് അവരെയും പ്രചോദിപ്പിക്കും. ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമന്റിൽ നിങ്ങളുടെ സ്പിരിറ്റ് ആനിമലിന്റെ പേര് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്ട്രോങ്, പരക്കട്ടെ പ്രകാശം.